ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു സിമ്പിൾ ഡ്രിങ്ക് ആണ് ചെയ്യുന്നത്. ഈ ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡ്രിങ്ക്, അതുപോലെ തന്നെ നല്ല കൂടുതൽ ഗസ്റ്റ് ഒക്കെ വീട്ടിൽ വരുന്ന സമയത്തൊക്കെ എളുപ്പത്തിൽ കൂടുതൽ ആളുകൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്ക് ആണ്. കുറഞ്ഞ ചേരുവകൾ മതി. 3 കാര്യങ്ങളുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഈസി ഡ്രിങ്ക് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഇതിലേക്ക് നല്ല പഴുത്ത മാങ്ങയാണ് വേണ്ടത്. മാങ്ങ എടുക്കുന്ന സമയത്ത് ഒരുപാടൊന്നും വേണ്ട കേട്ടോ. ഒരു 2-3 ഗ്ലാസ്സിലേക്ക് ഈ പറഞ്ഞ പോലെ ഒരു 4-5 പീസ് തന്നെ മതിയാവും ഈ വലിപ്പത്തിലുള്ളത്. ഒരുപാട് കൂടുതലൊന്നും വേണ്ട. ലൈറ്റായിട്ട് നമ്മൾ ഇന്നലെ മുന്തിരിയൊക്കെ ചെയ്ത പോലത്തെ ഒരു വെള്ളം തന്നെയാണിത്. പിന്നെ ഇതിലേക്ക് കുറച്ചൊരു പുതിനയുടെ ഇല വേണം. ഒരു 5 അല്ലെങ്കിൽ ഒരു 6 ഇല, നമ്മൾ ഫ്ലേവറിൻ്റെ അനുസരിച്ച് എന്തായാലും വേണം. ഒരു 5 ഇല എന്തായാലും വേണം കേട്ടോ, എന്നാലേ കറക്റ്റ് ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ ചേർക്കുന്നത്. പിന്നെ പഞ്ചസാരയുടെ അളവ് നോക്കിയിട്ട് എടുക്കണം കേട്ടോ, കാരണം നമ്മൾ നല്ല ഈ തണുത്ത വെള്ളമാകുന്ന സമയത്ത് മധുരം ഇട്ടാൽ കുറച്ച് കൂടുതൽ തന്നെ വേണം, എന്നാലും മധുരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നമ്മളെ ഇന്നലത്തെ മുന്തിരി ജ്യൂസിൽ പറഞ്ഞതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഫസ്റ്റ് ഒരു വെൽക്കം വാട്ടർ കിട്ടുന്നുണ്ട്, ലൈറ്റായിട്ടൊരു വെള്ളം. അത് തന്നെയാണ് കേട്ടോ ഇത്, മാംഗോ വെച്ചിട്ടുള്ളൊരു ലൈറ്റ് വെൽക്കം വാട്ടറാണ്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ആദ്യം അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് ഇതിലേക്ക് നമ്മൾ ബാക്കി കുറച്ച് വെള്ളവും ഐസും കൂടെ ചേർത്തിട്ട് അടിച്ചെടുക്കുന്നത്. പഴുത്ത മാങ്ങയും പുതിനയുടെ ഇലയും കൂടി ഒരു സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് നല്ല തണുത്ത വെള്ളമാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഐസ് കൂടുതൽ ഇട്ടിട്ടുള്ള വെള്ളമാണ്. തണുപ്പിനനുസരിച്ചിട്ട് ഐസ് എടുത്താൽ മതി. 1.5 കപ്പ് അല്ലെങ്കിൽ 2 കപ്പ് വെള്ളമായാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മാങ്ങയുടെ ഒരു ലൈറ്റ് ഫ്ലേവർ പിന്നെ പുതിനയുടെ ഫ്ലേവർ കൂടെ വരുന്നൊരു വെള്ളം മാത്രമാണ്. നല്ല ജ്യൂസ് പോലത്തെ ഒരു കട്ടി അത്രയ്ക്കുള്ള ഒരു ജ്യൂസ് അല്ല ശരിക്കും ഇത്. അപ്പോൾ അതുകൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ ലെമൺ ജ്യൂസ് ചേർക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, പക്ഷെ അതില്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റിനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അത് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കുക. അരിക്കണം അത്ര നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ. പുതിനയുടെ ഇല ഒരു ഇത്തിരി ഉണ്ടെങ്കിൽ മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. അല്ലെങ്കിൽ അങ്ങ് ഡയറക്റ്റ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിച്ചാലും മതിയാകും. കുറച്ചുകൂടെ തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുടിക്കുന്ന സമയത്ത് ഇത്തിരി കൂടെ ഐസ് ഇട്ട് കുടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു പുതിനയുടെ ഇല കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരിത്തിരി ഫോട്ടോയിൽ ഭംഗി ഇട്ടാൻ മാങ്ങ ചെറുതായി മുറിച്ചതും ഒരിത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശരിക്കും ഇത് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത്. ലൈറ്റ് ഒരു പച്ച കളറാണ്, നല്ല മഞ്ഞ കളറല്ല. പിന്നെ എൻ്റെ വീഡിയോയിൽ ചില സ്ഥലത്ത് ഒരിത്തിരി മഞ്ഞ ഒരിത്തിരി പച്ചയായിട്ട് തോന്നുന്നുണ്ട്. അത് ക്യാമറയിൽ പ്രശ്നമാണ് കേട്ടോ. ശരിക്കും ഒരു ലൈറ്റ് പച്ച കളർ തന്നെയാണ്. അപ്പം ഈ ഒരു ചൂടുകാലത്തൊക്കെ തീർച്ചയായിട്ടും ചെയ്ത് വെക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ മാങ്ങ വെച്ച് ജ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് വെക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. താങ്ക് യു. ഒരു മിനിറ്റ് ശരിയാക്കട്ടെ, ഒന്നും ഓക്കെ ആയിട്ടില്ല. ഇതെന്താ ആ ഗ്ലാസ് എടുത്ത് മാറ്റി വെക്കുന്നത്? ഇതെന്തിനാ മോളിവിടെ ഗ്ലാസ് എടുത്ത് വെച്ചിരിക്കണേ? ആ സൈഡിൽ വെക്ക്, സൈഡില്. ആ കയ്യില് കുറച്ച് കാണിക്കുക. അതിന്റെ കളറ് സെയിം തന്നെയാണ്, നോക്കട്ടെ. സെറ്റിങ്സ് ഒക്കെ മാറിയിട്ടുണ്ട്. ആയി കഴിക്കല്ലേ? താത്ത് ഒരു മിനിറ്റ് കുറച്ച് വെക്ക്. സ്റ്റോപ്പ് കുറച്ച് താത്ത്, കുറച്ച് വെക്ക്, കുറച്ചും കൂടെ താത്ത്. മതി കുറച്ചും കൂടെ നോക്ക്. അത് ഞാൻ ഇത് സ്ക്രീനിൽ കാണുന്ന പോലെ അല്ലല്ലോ. താത്തി പിടിക്ക്. ഇല്ല ആ, അത് വേണമെങ്കിൽ നമുക്ക് വീഡിയോയിൽ എടുക്കുകയും ചെയ്യാം. ഇതിടുമ്പോഴാണ് കേട്ടോ ഐസിനൊരു ഐസ് ഉണ്ട് എന്ന് പറയണത്. കുഴപ്പമില്ല, കുറച്ചും കൂടെ. സ്റ്റോപ്പ്. ഓക്കെ സെയിം അളവിൽ. അയ്യോ തീർന്നു.